نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമവും എപ്പോഴുമുള്ള ജാഗ്രത എന്നും എപ്പോഴും ഏത് സമയത്തും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിൻ്റെ പരമപ്രധാനമായ ഒരു ലക്ഷ്യമുണ്ട്. നമ്മളെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോയി അവനെ മാത്രം ഇബാദത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നതാണ് അവൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. നരകത്തിലേക്ക് അള്ളാഹുവിൻ്റെ അടിമകളെ ആനയിച്ച് കൊണ്ടുപോവുക എന്നത് അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത സംഗതിയാണ്. അള്ളാഹുവിൽ വിശ്വസിച്ച്, അവൻ അയച്ച പ്രവാചകന്മാരിൽ വിശ്വസിച്ച്, അവരുടെ കിതാബുകളിൽ വിശ്വസിച്ച്, എന്നിട്ട് അള്ളാഹുവിൻ്റെ അടിമകളെ സ്വർഗത്തിലേക്ക് ആനയിക്കുക എന്ന നിരന്തരമായ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പല രൂപത്തിലും സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹുവിൽ വിശ്വസിച്ചവരിൽ തന്നെ അവനെക്കുറിച്ചുള്ള ശ്രദ്ധ മായാതെ മങ്ങാതെ എന്നും ഏത് സമയത്തും നിലനിർത്തുക. കാരണം നമ്മുടെ മുന്നിലുള്ള സമയം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ സമയമാണ്. കോടിക്കണക്കിന് മനുഷ്യന്മാർ ഈ ഭൂമിക്ക് മേലെ ജീവിച്ചിരുന്നിട്ടുണ്ട്. അവരൊക്കെ കഴിഞ്ഞു പോയവരാണ്. നമ്മളിപ്പോൾ ഈ ഭൂമിക്ക് മേലെ ഉണ്ട്, നമ്മളും കഴിഞ്ഞു പോകേണ്ടവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുന്നിലുള്ള എത്രയാണ് ചുരുങ്ങിയ സമയം, ആ സമയം മുഴുവനും അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് കഴിഞ്ഞു പോകുക. അതാണ് നമുക്ക് മിച്ചമെന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രഭാതത്തിൽ ഫജ്ർ നിസ്കരിച്ചത്. രാവിലെ പള്ളിയിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ധൃതി കൂട്ടി. കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ളുഹർ, ജുമാന്റെ സമയമായി. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ളുഹർ നിസ്കരിക്കും. കുറച്ച് കഴിയുമ്പോൾ അസ്ർ നിസ്കരിക്കും. സൂര്യാസ്തമയ സമയത്ത് സൂര്യൻ്റെ അസ്തമയം കഴിഞ്ഞ ഉടനെ തന്നെ മഗ്‌രിബ് നിസ്കരിക്കും. പിന്നെ ഇശാ നിസ്കരിക്കും. കുറച്ചും കൂടി തെക്ക് വഴിയുള്ളവർ അവർ തഹജ്ജുദ് നിസ്കരിക്കുന്നു. അതുവഴിയുള്ള നിസ്കാരങ്ങൾക്ക് അപ്പുറവും ഇപ്പുറമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, തഹജ്ജുദ് നിസ്കാരങ്ങൾ, ളുഹാ പോലെയുള്ള നിസ്കാരങ്ങൾ. എന്താണ് ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത്? എപ്പോഴും അല്ലാഹുവിനെ ഓർത്തുകൊണ്ടുള്ള പ്രക്രിയയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹജ്ജിന് പോകുന്നു. ഹജ്ജിന് യൗമുൽ തർബിയ, ദുൽഹിജ്ജ 8 മുതൽ 9 യൗമുൽ അറഫ, 10 യൗമുൻ നഹർ, അയ്യാമുൽ തശ്രീഖിന്റെ 11, 12, 13 ദിവസങ്ങൾ. എന്താണത്? അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. വർഷത്തിൽ ഇടയ്ക്ക് ഉംറയ്ക്ക് പോകുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, ഇങ്ങനെ അല്ലാഹുവിനെ എപ്പോഴും സ്മരിച്ചുകൊണ്ടും ഓർത്തുകൊണ്ടും ഇരിക്കുക എന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ പരിപൂർണ രീതിയിൽ അത് നന്നാക്കിയെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച വിശാലമായ ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന പ്രക്രിയയുടെ ഭാഗമാക്കുവാൻ വേണ്ടിയിട്ട് അവൻ്റെ അടിമകളെ, സജ്ജരായ സത്യവിശ്വാസികളെ സന്നദ്ധമാക്കുക എന്ന പ്രക്രിയയുടെ ഭാഗമാണ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലേക്ക് കൊണ്ടുവരുന്നത്.
എത്ര എത്ര നോമ്പുകളുണ്ട്, പല രൂപത്തിലുള്ള നോമ്പുകളുണ്ട്. തിങ്കളാഴ്ച ഉണ്ട്, വ്യാഴാഴ്ചയുണ്ട്, അയ്യാമൽ ബിയലിൻ്റെ നോമ്പുണ്ട്, 13, 14, 15 നോമ്പുണ്ട്. അതുപോലെ തന്നെ ദുൽഹിജ്ജയ്ക്ക് നമ്മൾ യൗമുൽ അറഫാ ദിനത്തിൽ നമ്മൾ ഹജ്ജിന് പോകാത്തവർ അവർക്കുള്ള നോമ്പുണ്ട്. മുഹറത്തിന് 9-നും 10-നും നോമ്പുണ്ട്. എന്താണ് ഈ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. അതായത് ഇതൊക്കെ തിരഞ്ഞെടുത്തത് അള്ളാഹുവാണ്, നമുക്കാർക്കും തിരഞ്ഞെടുക്കാനുള്ള അധികാരമില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വറബ്ബുക യഖ്ലുഖു മാ യശാ വയഖ്താറു മാ കാന ലഹുൽ ഖൈറ സുബ്ഹാനല്ലാഹി വതആല അമ്മാ യുശ്രികൂൻ. നിന്റെ റബ്ബ് താൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അവർക്ക് തിരഞ്ഞെടുക്കാൻ അധികാരമില്ല, അർഹതയില്ല. അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. അവർ പങ്കു ചേർക്കുന്നതിനെ തൊട്ടൊക്കെ അവൻ അതീതനാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പുതിയ കർമ്മം തിരഞ്ഞെടുക്കുക, പുതിയത് ഉണ്ടാക്കുക, അതിന് നമുക്ക് അർഹതയില്ല. കാരണം അത് അള്ളാഹു നിശ്ചയിച്ചതാണ്, അള്ളാഹു ക്ലിപ്തപ്പെടുത്തിയതാണ്. അതായത് താൻ ഉദ്ദേശിക്കുന്നത് പടക്കുകയും താൻ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നത് അത് അള്ളാഹുവിന്റെ സുന്നത്താണ്. നമുക്കാർക്കും അതിൽ അധികാരമില്ല. അള്ളാഹു ചിലപ്പോൾ ചില സ്ഥലങ്ങളെയും കാലങ്ങളെയും വ്യക്തികളെയും കർമ്മങ്ങളെയും തിരഞ്ഞെടുക്കുക എന്നത് അതവന്റെ സുന്നത്താണ്. ചില കാലങ്ങളിൽ, അതായത് റമദാൻ മാസം വിശേഷ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുത്ത മാസമാണ്. എങ്ങനെയാണ് ഇതര മാസങ്ങളിൽ നിന്ന് ഭിന്നമായി റമദാനെ മഹത്വപ്പെടുത്തിയത്, അതിൽ ചില പുണ്യങ്ങൾക്ക് പ്രതിഫലം നിശ്ചയിച്ചത്, അതൊക്കെയും അള്ളാഹു തിരഞ്ഞെടുത്ത, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കായി തിരഞ്ഞെടുത്ത അവന്റെ അവകാശങ്ങളിൽപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ടാണ് റമദാൻ വരുമ്പോൾ വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. യാ ബാഗിൽ ഖൈരി അഖ്ബിൽ, യാ ബാഗിൽ ഖൈരി അഖ്ബിൽ വയാ ബാഗി ശർരി അഖ്സിർ. ഈ നന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ, നന്നായി പ്രവർത്തിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന മനുഷ്യ, മുന്നോട്ട് വന്നോളൂ, പണിയെടുത്തോളൂ. തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യ, മതിയാക്ക്, നിർത്ത്, ചുരുക്ക്, മതിയാക്കിയ സമയമായില്ലേ, നിന്റെ മുന്നിൽ എത്ര സമയമാണ് ഇനുള്ളത്, എത്രയാണ് നിനക്ക് ബാക്കിയുള്ളത്, അതുകൊണ്ട് നിർത്തിക്കള എന്ന് വിളിച്ചു പറയുമെന്ന് റമദാനിന്റെ തലേന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓഫർ നൽകിയിട്ടുണ്ട്. സഹോദരന്മാർ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപടിക്രമമാണ്. നമുക്കറിയാം, ലക്ഷക്കണക്കിന് അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു. അതിൽ നിന്ന് പ്രത്യേകമായ 5 ഉലുൽ അസ്മിൽപ്പെട്ടവരെ നിയോഗിച്ചു. ആ ഉലുൽ അസ്മിൽ നിന്ന് 2 ഖലീലുകളെ നിശ്ചയിച്ചു. ആ 2 ഖലീലുകളിൽ നിന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു പ്രത്യേകമാക്കി. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മസ്ജിദുകൾ, പള്ളികൾ. ആ പള്ളികളിൽ തന്നെ മഹത്തമായ പള്ളികളുണ്ട്. 3 പള്ളികളെ മഹത്വപ്പെടുത്തി. അതിൽ തന്നെ കഅബക്കും മസ്ജിദുൽ ഹറമിനും പ്രത്യേകത നൽകി. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ആ കലാം മുഴുവനും ഒരുപോലെയാണോ? അല്ല, അല്ലാഹുവിന്റെ സിഫത്താണ്. അതിൽ ആയാത്തുകളും മറ്റും ഒരുപോലെയല്ല. ആയത്തുൽ കുർസിയിന് മറ്റുള്ള ആയാത്തുകളേക്കാൾ മഹത്വമുണ്ട്. മറ്റുള്ള സൂറത്തുകളേക്കാൾ സൂറത്ത് ഫാത്തിഹയ്ക്ക് മഹത്വമുണ്ട്. സൂറത്തിലെ ഇഖ്ലാസിന് മഹത്വമുണ്ട്. ഇതൊന്നും മറ്റുള്ള സൂറത്തുകൾക്ക് ഇല്ലാത്ത പ്രത്യേകതയാണ്. എല്ലാം അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സിഫത്താണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അവന്റെ സംവിധാനങ്ങൾ എല്ലാ മാസവും അള്ളാഹു സംവിധാനിച്ചതാണ്. ചില മാസങ്ങൾക്ക് പവിത്രത നൽകി, പ്രത്യേകത നൽകി. ഏതെങ്കിലും മാസം മോശമുണ്ടോ, ഏതെങ്കിലും ദിവസം മോശമുണ്ടോ? ഒന്നുമില്ല, ഒരു സെക്കൻഡ് മോശമില്ല. എന്നാൽ ചില സമയങ്ങൾക്ക് പ്രത്യേകത നൽകി. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ മാസങ്ങൾക്ക് 12 എണ്ണമാണ്. അതിൽ 4 മാസങ്ങൾക്ക് പവിത്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതാണ്. അതിൽ യുദ്ധങ്ങൾ പാടില്ല, അക്രമങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല. അതേതാണ് മാസം? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നീ മാസങ്ങളാണ്. ഈ 4 മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താണ്? ഈ 4 മാസങ്ങൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ റമദാനിലുണ്ട്. ഈ 4 മാസങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് റമദാനിൽ ചെയ്യാൻ അനുവാദം നൽകിയിട്ടുണ്ട്. ഈ മാസങ്ങൾ ചെയ്യാൻ പറ്റുന്നത് റമദാൻ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് റമദാൻ മാസത്തിന്റെ പ്രത്യേകതയാണ്. എന്താണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? പരിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്നുള്ളതാണ്. മറ്റൊരു മാസത്തിലും ഇറങ്ങിയില്ല, അത് റമദാനിലാണ് ഇറങ്ങിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അത് പ്രഖ്യാപിച്ചതാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസം അത് ഷഹ്റു റമദാനാണ് എന്ന് പറഞ്ഞ റമദാൻ മാസമാണ്.
അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. റമദാൻ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ ഇറക്കി എന്നുള്ളതാണ് ആ മാസത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റമദാൻ മാസത്തിൽ എപ്പോഴാണ് ഖുർആൻ ഇറങ്ങിയത്? അത് രാത്രിയിലാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ മുബാറക, ലൈലത്തിൽ മുബാറക, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. വ്യത്യസ്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഖദറിന്റെ രാത്രി, അനുഗ്രഹീതമായ രാത്രി, ആ രാത്രിയിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. ഏതാണ് ദിവസം? അത് റമദാൻ മാസത്തിലാണ്. എന്തുകൊണ്ടാണ് പകലിൽ അവതരണം ഉണ്ടായില്ല? ഇത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നത് എന്താണ്? അത് നൂറാണ്, അതൊരു പ്രകാശമാണ്. ഒരു പ്രകാശം നമുക്ക് ഏറെ ഉപകാരപ്പെടുക എപ്പോഴാണ്? അത് ഇരുട്ടത്താണ്. എന്ന് പറഞ്ഞാൽ ഇരുട്ടുള്ള മനസ്സുകൾക്ക്, ഇരുട്ടുള്ള കാലഘട്ടത്തിന്, ഇരുട്ടുള്ള അസ്വസ്ഥമാകുന്ന എല്ലാ സന്ദർഭത്തിലും ഖുർആൻ ഉപകാരപ്പെടും. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കും, ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കും, വഴികേടിൽ നിന്ന് അത് നേർവയിലേക്ക് നയിക്കും, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നയിക്കും, അസ്വസ്ഥതകളിൽ നിന്ന് സ്വസ്ഥതകളിലേക്ക് നയിക്കും. അതുപോലെ തന്നെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾക്ക് ഒഴിവായ സമാധാനപൂർവമായ അന്തരീക്ഷത്തിലേക്ക് ഖുർആൻ നയിക്കും. അതുകൊണ്ടാണ് ഖുർആൻ രാത്രിയിൽ ഇറങ്ങിയത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് ആദ്യമായി ഇറങ്ങിയ ആയത്താണ്. അത് എവിടെയാണ് ഇറങ്ങിയത്? സഹാബിയുടെ കാലഘട്ടം മുതലേ തന്നെ അതിനിടയിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. എപ്പോഴാണ് ഇറങ്ങിയത് എന്നത് വ്യക്തമാണ്, അത് റമദാൻ മാസത്തിലാണ്. പക്ഷേ അത് എവിടെയാണ് ഇറങ്ങിയത്? ഇറാ ഗുഹയിലേക്കാണോ, അല്ലെങ്കിൽ ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന ഒന്നാം ആകാശത്തിലേക്കാണോ? സഹാബിയുടെ കാലഘട്ടം മുതൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഖുർആൻ ഇറങ്ങിയത് എപ്പോഴാണ്? അത് റമദാൻ മാസത്തിലാണ്. ഖുർആൻ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ പ്രവാചകന്മാർക്ക് ഇറക്കിയ ഒട്ടുമിക്ക വേദഗ്രന്ഥങ്ങളും ഇറങ്ങിയത് റമദാൻ മാസത്തിലാണ്. എന്നാരാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുഹുഫ് ഇബ്രാഹിം അലൈഹിസ്സലാം ഫീ അവ്വലി ലൈലത്തിൻ മിൻ റമദാൻ. റമദാനിന്റെ ആദ്യ രാത്രിയിലാണ് ഇബ്രാഹിം നബിക്കുള്ള സുഹുഫ് ഇറങ്ങിയത്, ഏടിറങ്ങിയത്. വഉൻസിലത്ത് തൗറാത്തു ലിസിത്തിൻ മലൈന മിൻ റമദാൻ. റമദാനിലെ ആദ്യ 6 രാത്രി കഴിഞ്ഞതിന് ശേഷമാണ് മൂസാ നബിക്ക് തൗറാത്ത് ഇറങ്ങിയത്. വൽ ഇൻജീലു ലിസലാസ അശ്റത ഖലത്ത് മിൻ റമദാൻ. ഇൻജീലിനെ അവതരിപ്പിച്ചു കൊടുത്തത് റമദാനിലെ 13 രാത്രികൾ കഴിഞ്ഞതിന് ശേഷമാണ്. വിശുദ്ധ ഖുർആൻ റമദാനിലെ 24 രാത്രികൾ കഴിഞ്ഞിട്ടാണ് അവതരിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആൻ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ അത് റമദാനിലാണ് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ റമദാനിലുള്ള മഹത്വം എത്രയാണ് എന്നത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇവിടെ ഇനി മറ്റൊരു കാര്യം, സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിന്റെ ഒരു സുന്നത്ത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം വിലക്കിയിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ വിലക്ക് താൽക്കാലികമായിരിക്കും, അത് സ്ഥിരമായിരിക്കില്ല. ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു കാര്യം വിലക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വിലക്കുകൾ താൽക്കാലികമായിരിക്കും. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വിശ്വാസികളെ വിളിച്ചു പറയാണ്, തീർച്ചയായും മദ്യം എന്ന് പറയുന്നത്, ചൂതാട്ടം എന്ന് പറയുന്നത്, പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത്, അമ്പുകൾ എന്ന് പറയുന്നത് മ്ലേച്ഛവൃത്തികളാണ്. റിജ്സും മിൻ അമലി ശൈത്താൻ, ശൈത്താനുള്ള മ്ലേച്ഛവൃത്തികളാണ്. ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ, അത് നിങ്ങൾ വെടിയണം കേട്ടോ എന്ന് പറഞ്ഞാൽ മദ്യം വെടിയണം, കൃത്യമായ കൽപ്പനയാണ്. എന്നാൽ സൂറത്ത് മുഹമ്മദിൽ സ്വർഗത്തെ പറ്റി പരിചയപ്പെടുത്തിയിടത്ത് 4 നദികളെ പറ്റി പറയുന്നിടത്ത് അതിലൊരു നദിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് മസലുൽ ജന്നത്തിൽ ലത്തി വൈദൽ മുത്തഖൂൻ, സത്യവിശ്വാസികൾക്ക് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ള അവരുടെ സ്വർഗത്തിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് ഫീഹാ അൻഹാറു മിൻ മാഇൻ ഗൈരി ആസിനിൻ, അവിടെ പകർച്ച വരാത്ത വെള്ളത്തിന്റെ അരുവിയുണ്ട്, നദിയുണ്ട്. വഅൻഹാറു മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, രുചിഭേദം വരാത്ത പാലിന്റെ അരുവിയുണ്ട്, നദിയുണ്ട്. വഅൻഹാറു മിൻ ഖംറി ലസ്സത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആസ്വാദ്യമായ മദ്യത്തിന്റെ നദിയുണ്ട്, അരുവിയുണ്ട്. വഅൻഹാറു മിൻ അസലി മുസഫ, ശുദ്ധീകരിക്കപ്പെട്ട തേനിന്റെ അരുവിയുണ്ട്, നദിയുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ കള്ള് കുടിക്കണ്ട എന്ന് പറഞ്ഞത് എന്തിനാ?
പരലോകത്തിൽ ലഭിക്കാൻ വേണ്ടി പോകുന്ന സ്വർഗത്തിലുള്ള കള്ള് നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയിട്ടാണ്. ഇതാരാ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കള്ളാണോ അവിടെ നമുക്കറിയില്ല, പക്ഷെ അല്ലാഹുവിന്റെ വാക്കാണത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ശരിബൽ ഖംറ ഫിദ്ദുനിയ, ആരെങ്കിലും ദുനിയാവിൽ വെച്ച് കള്ള് കുടിച്ചാൽ സുമ്മ ലം യതുബു മിൻഹാ ഖുരിമഹാ ഫിൽ ആഖിറ, പരലോകത്ത് ആ കള്ളവന് ഹറാമാക്കപ്പെടും, തടിയപ്പെടും. ദുനിയാവിൽ വെച്ച് ആരാണ് കള്ള് കുടിക്കുന്നത്, അവന് പരലോകത്ത് കള്ള് ഹറാമാക്കപ്പെടുമെന്നാണ്. ഇതുപോലെ ദുനിയാവിൽ താൽക്കാലികമായ ചില ഭക്ഷണ പാനീയം നാം ഉപേക്ഷിച്ചാൽ, എന്തിനു വേണ്ടി? നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, രുചിച്ചിട്ടില്ലാത്ത, ആസ്വദിച്ചിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ആസ്വാദ്യ വസ്തുക്കൾ, ഭക്ഷണപാനീയങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ ചുരുങ്ങിയ സമയം ചില ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? വിഭവസമൃദ്ധമായ സദ്യ നമ്മളെ ഉണ്ണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സഹോദരന്മാർ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെടിയണം എന്ന് പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെക്കാൾ ഉപരി എത്രയോ മഹത്തരമായ കാര്യം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദുനിയാവിൽ എന്തെങ്കിലും വെടിയണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് താങ്ങാൻ പറ്റുന്ന, വെടിയാൻ വേണ്ടി പറ്റുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് റമദാനെ പറ്റി പറഞ്ഞപ്പോ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസം ഉദ്ദേശിച്ചിട്ടില്ല, അവൻ എളുപ്പമാണ് ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരേ ടൈം നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞില്ല. യാത്രക്കാരുകൾ, രോഗികൾ, സ്ത്രീകൾ, അവർക്ക് ചില സന്ദർഭങ്ങളിൽ ഇവർക്കൊക്കെ നോമ്പിന് ഇളവുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചാൽ മതി. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇനി യാത്രക്കാർക്കും രോഗികൾക്കൊന്നും ഇളവില്ല. ഒരു രാവിലെ മുതൽ മറ്റൊരു രാവ് വരെയാണ് നോമ്പ്, അങ്ങനെയൊന്നും പറഞ്ഞില്ല. നമുക്കറിയാം, ആദ്യകാലം നോമ്പ് എന്ന് പറയുന്നത് ചില റിവായത്ത് പ്രകാരം നോമ്പ് നിർബന്ധമാക്കിയ തുടക്കത്തിൽ ഇശാ മുതൽ പിറ്റേന്ന് മഗ്രിബ് വരെയായിരുന്നു. തലേന്ന് ഇശാ മുതൽ പിറ്റേന്ന് മഗ്രിബ് വരെയായിരുന്നു. മഗ്രിബിന്റെയും ഇശായ്ക്കും ഇടയിലുള്ള ഇടവേള മാത്രമാണ് നോമ്പിൽ നിന്നുള്ള ഇടവേളയായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സഹാബി നോമ്പ് നോറ്റു. അദ്ദേഹം ക്ഷീണിച്ചു, വീട്ടിലേക്ക് വന്നു. നോമ്പ് മുറിക്കുന്ന സമയത്താണ് അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു, വല്ലതും ഉണ്ടോ നോമ്പ് മുറിക്കാൻ? ഭാര്യ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, ഞാനൊന്ന് അയൽപക്കത്ത് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അവർ അയൽപക്കത്തേക്ക് പോയി അല്പം കാരക്കയും മറ്റും ഭക്ഷണപാനീയങ്ങൾ എടുത്തു വരുമ്പോഴേക്ക് ഭർത്താവ് ഉറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ അന്നത്തെ നിബന്ധന പ്രകാരം ഉറങ്ങിയാളെ വിളിക്കാൻ വേണ്ടി പാടില്ല. ഉറങ്ങിയാൽ തുടർന്ന് മറ്റുള്ള ദിവസത്തിലേക്ക് പ്രവേശിക്കണമെന്നാണ്. ആകെ ചുരുങ്ങിയ സമയമുള്ളൂ. ഇതേ വീണ്ടും നോമ്പുകാരനായി രണ്ടാമത്തെ നോമ്പിലേക്ക് പ്രവേശിച്ചു. പിറ്റേന്ന് പാടത്ത് പണിക്ക് പോയി. അദ്ദേഹം ക്ഷീണിച്ച് തളർന്നു വീണു. അതിനുശേഷമാണ് ഇളവ് വന്നത്. ആ രൂപത്തിലുള്ള നോമ്പൊന്നും നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, എളുപ്പമാണ്, പ്രയാസമില്ല. രോഗമുണ്ടോ അതുപോലുള്ള ഫിദിയ കൊടുത്താൽ മതി. ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഫിദിയ കൊടുത്താൽ മതി. എന്നാൽ ആരോഗ്യം, നോമ്പ് നിൽക്കാൻ സന്നദ്ധതയുള്ള കഴിവുള്ളവർ നോമ്പ് നിൽക്കുക എന്നത് പ്രായപൂർത്തി എത്തിയവർ അവർക്ക് നിർബന്ധമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നോമ്പിന്റെ ലക്ഷ്യമായി പരമപ്രധാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച സഹോദരന്മാരെ തെക്കുവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊക്കെ ധാരാളം കേട്ടതാണ്. എന്താണ് തെക്കുവ? തെക്കുവ എന്ന് പറഞ്ഞാൽ തഖീല യാ റസൂലുള്ളാഹ് മൻ അക്രമുൻ നാസ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ജനങ്ങളിൽ ഏറ്റവും മാന്യന്മാരാരാണ്? ഏറ്റവും നല്ല മനുഷ്യരാരാണ്? ശുദ്ധ പ്രകൃതിയുള്ള മനുഷ്യനാരാണ്? നമുക്കറിയാം, പത്രത്താളുകളിലൊക്കെ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ചും മറ്റുള്ള ലോക നേതാക്കളെ കുറിച്ചും നമ്മൾ മാന്യരാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന പലരെ കുറിച്ചുമൊക്കെ കേൾക്കുന്ന വാർത്തകൾ ചീഞ്ഞ് നാറി അങ്ങ് കുപ്പത്തൊട്ടിയിലെറിയാൻ വേണ്ടി അതിനേക്കാൾ തരംതാണ് വാർത്തകൾ. അവരുടെ മുഖം നിലത്ത് ഉരച്ച് വിളിച്ച് നടക്കാൻ മാത്രം ചീഞ്ഞ വാർത്തകളാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നത്, ജനങ്ങളിൽ ഏറ്റവും മാന്യന്മാർ എന്ന് പറയുന്നത് അവരിൽ തഖ്വയുള്ളവരാണ്. അത്തഖാഹും, തെക്കുവയുള്ളവരാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യർ, നിങ്ങളിൽ ഏറ്റവും ആദരണീയർ, നിങ്ങളിൽ പകൽ മാന്യന്മാർ നിങ്ങളെ കൂട്ടത്തിൽ തെക്കുവയുള്ളവരാണ്. അങ്ങനെയുള്ള തെക്കുവയുള്ളവർക്ക് ഒരുക്കി വെച്ച സങ്കേതം തെക്കുവയുള്ളവർക്ക് മാത്രം ഒരുക്കി വെച്ച സങ്കേതം, അതാണ് സ്വർഗം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെയുള്ള ആരാണ് എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ അറിയണം കേട്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളുടെ കൂടെയുണ്ട്. മുത്തഖികളുടെ കൂടെയുണ്ട്, എല്ലാവരുടെയും കൂടെയുണ്ട് എന്ന് പറഞ്ഞില്ല.
എല്ലാ വിശ്വാസികളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞില്ല, തെക്കുവ പാലിച്ച് ജീവിക്കുന്നവന്റെ കൂടെയുണ്ട്. ബലാമൻ ഔഫാ ബിഅഹ്ദി വത്തഖ ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അല്ലാഹു തെക്കുവ പാലിക്കുന്നവനെ ഇഷ്ടപ്പെടുന്നു. തെക്കുവ പാലിക്കുന്നവനെ ഇഷ്ടപ്പെടുന്നു. തെക്കുവ പാലിക്കുന്നവന്റെ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. ജനങ്ങളിൽ ഏറ്റവും മാന്യൻ എന്ന് പറയുന്നത് അത് തെക്കുവയുള്ളവനാണ്. അങ്ങനെയുള്ള തെക്കുവ പാലിക്കുന്നവർക്കാണ് സ്വർഗം എന്നുള്ളത്. തെക്കുവ പാലിക്കുന്നവരെന്നാണ് കർമ്മങ്ങൾ സ്വീകരിക്കുന്നത്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തെക്കുവ പാലിക്കുന്നവരിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് സ്വീകരിക്കുന്നത്, ഹജ്ജ് സ്വീകരിക്കുന്നത്, റമദാനിലെ മറ്റു കർമ്മങ്ങൾ സ്വീകരിക്കുന്നത്, നിസ്കാരങ്ങൾ സ്വീകരിക്കുന്നത്. അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചത് അല്ലാഹുവിന്റെ വലി എന്നത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിന്റെ വലികൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക വേഷത്തിൽ നടക്കുന്നവരെയല്ല. കയ്യിൽ തസ്ബീഹ് മാല നടത്ത്, വലിയ താടിയും വെച്ച് നിസ്കാരത്തമ്മിന്റെ വേഷം കെട്ടി തലയിൽ പച്ച നിറക്കാട് വെച്ച് സംസാരിച്ചാൽ ചീത്ത വിളിച്ച് ഒരു മര്യാദക്ക് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ മുഖകോപത്താൽ നടക്കുന്ന, ഭാര്യയോടും മക്കളും മോശമായി സംസാരിക്കുന്ന, അയൽവാസികളോടും നാട്ടുകാരോടും തെരുവിളിക്കുന്ന അവനെയല്ല അല്ലാഹു മുത്തഖി എന്ന് പറഞ്ഞത്. മറിച്ച് അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുകയും ചെയ്തവനെ വലിയെന്ന് വിളിച്ചു. വലിയെന്ന് വിളിച്ചു. അങ്ങനെ ഓരോരുത്തരെയും വലികളാക്കണം. എന്റെ അടിമകൾ മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കണം. കാരണം മുത്തഖീകൾക്കാണ് സ്വർഗമുള്ളത്. എല്ലാവർക്കും കൊടുക്കുമെന്ന് പറഞ്ഞില്ല സഹോദരന്മാർ. അതുകൊണ്ടാണ് ബുഖാരിയിലെ കിതാബുൽ ഈമാനിൽ ആദ്യത്തെ അധ്യായമായ ബാബു ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ എന്ന ബാബിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ യബ്ലുഗുൽ അബ്ദു ഹഖീഖത തഖ്വ ഹത്താ യദമാ ഹഖ ഫി സദ്ർ. ഒരു മനുഷ്യന്റെ തഖ്വ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ചൊറിച്ചിൽ ഉണ്ടാക്കുന്ന കാര്യം വരെ ഉപേക്ഷിക്കലാണ്. മനസ്സിന് കുത്തുന്ന, അത് ചെയ്യേണ്ടിയിരുന്നില്ല, അത് പറയേണ്ടിയിരുന്നില്ല, അത് നോക്കേണ്ടിയിരുന്നില്ല. ഈ ടെലിഫോണിൽ എത്ര സമയമാണ് ഞാൻ റീൽസും കൊണ്ട് എന്റെ സമയം കളഞ്ഞത്? എത്ര സമയമാണ് എന്റെ ടെലിഫോൺ ഞാൻ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്? എത്ര സമയമാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്? ഇങ്ങനെ ഒരു മനുഷ്യന്റെ, യഥാർത്ഥ വിശ്വാസിയുടെ മനുഷ്യന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന, കുത്തുണ്ടാക്കുന്ന കാര്യം ഉപേക്ഷിക്കലാണ് തഖ്വ എന്ന് പറയുകയാണ്. എത്ര വലിയ വിഷയമാണ്. അതുകൊണ്ടാണ് ഇബ്നു ഉമറിന്റെ വാക്കുദ്ധരിച്ച് ഇബ്നു അസ്ഖലാനി റഹ്മഹുല്ലാഹ് ഫതുൽ ബാരിയിൽ പറഞ്ഞു, വൽ മുറാദ് ബിത്തഖ്വ, തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്ന വികായത്തിൻ നഫ്സി അനി ശിർക്ക്, ഒരു മനുഷ്യൻ തന്റെ നഫ്സിനെ ശിർക്കിൽ നിന്നും മ്ലേച്ഛകരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുകയാണ്. വൽ അഅ്മാലു സയ്യ, ശിർക്കിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കാൻ. എല്ലാതരം ശിർക്കുകളും, അതുകൊണ്ട് തന്നെ മോശമായ എന്തൊക്കെ പ്രവർത്തനവും അതിൽ നിന്നൊക്കെ പരിപൂർണമായി തന്റെ നഫ്സിനെ, തന്റെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താം. ഏതെങ്കിലും അങ്ങോട്ട് വീടുപോല്ല. ഒരു പെണ്ണിനെ കാണുമ്പോൾ അങ്ങോട്ട് നോക്കി ഓളെ ആസ്വദിച്ചുകൊണ്ടിരിക്കലല്ല. ഒരു ബൈക്കിൽ പോകുമ്പോൾ ഒരു പെണ്ണ് ഇരുന്നിട്ടുണ്ട് ബേക്കിൽ, ഓളെ നോക്കിക്കൊണ്ടേ ഓടിച്ചുകൊണ്ട് പോകല്ല. മൊബൈലിൽ, ഫോണിൽ എന്തൊക്കെ മോശം റീൽസ് ഉണ്ടോ അതിങ്ങനെ കണ്ട് ആസ്വദിക്കലല്ല. മറിച്ച് മോശമായി എന്തൊക്കെ വൃത്തികളുണ്ടോ അതിൽ നിന്ന് പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് എന്റെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താം. ഒപ്പം എല്ലാവിധ ശിർക്കിൽ നിന്നും ഒഴിവഴിഞ്ഞുകൊണ്ട് ജീവിക്കാം. അതാണ്. എന്നിട്ട് പറയാണ്, സൽപ്രവർത്തനങ്ങൾ തന്റെ നഫ്സിനെ സ്ഥിരപ്പെടുത്താം. സൽപ്രവർത്തനങ്ങൾ കൊണ്ട് തന്റെ നഫ്സിനെ സ്ഥിരപ്പെടുത്താം. അതാണ് തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രകാരം സൽപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരാൾ അയാളുടെ കച്ചവടത്തിലോ മറ്റോ കളവ് അറിയ, അയാളുടെ ദൈനംദിന ഇടപാടിൽ പലിശയുമായി ബന്ധിച്ചുകൊണ്ട് ജീവിക്കുക, അയാളുടെ ദൈനംദിന ഇടപാടിൽ അന്യപുരുഷനുമായിട്ടോ, ഒരു സ്ത്രീയുടെ ഇടപാടിൽ അന്യപുരുഷനുമായിട്ടോ, ഒരു പുരുഷന്റെ ഇടപാടിൽ അന്യ സ്ത്രീയുമായിട്ടോ ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിക്കുക, അയാൾക്ക് തഖ്വയില്ല. ചുരുക്കി പറഞ്ഞതാണ്. ഇതുപോലെ ശിർക്കുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെടാം. ദർഗാചാരം, മക്കാം, ഉറൂസ്, അങ്ങനെ അതിലൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കാം. അവർക്കും തഖ്വയില്ല. ഇതാരാ പറയുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാർ തഖ്വയെ വിശദീകരിക്കുകയാണ്. അതുകൊണ്ടാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹം പറയാണ്, തമാമുത് തഖ്വ, ഒരാൾക്ക് തഖ്വ പൂർണ്ണമായിരിക്കുക എന്ന് പറഞ്ഞാൽ അൻ തത്തഖിയല്ലാഹ ഹത്താ തത്റുകു മാ തറ അന്നഹു ഹലാലുൻ ഖശ്യതൻ യകൂന ഹറാമ. ഒരാൾക്ക് അനുവദിക്കപ്പെട്ട കാര്യം പക്ഷെ ആ കാര്യം ഹറാമാകുമോ എന്ന് ഭയന്ന് അത് ഉപേക്ഷിക്കലാണ്.
അനുവദിക്കപ്പെട്ട കാര്യമായിരിക്കും. ഇപ്പൊ ഒരു കല്യാണത്തിൽ പാട്ട് പാടൽ അനുവദിക്കപ്പെട്ട സംഗതിയാണ്. എന്നാൽ നമ്മുടെ നാടുകളിലൊക്കെ പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കോപ്രാത്തങ്ങൾ നടക്കുന്നു. പലയിടത്തും മ്യൂസിക്കും അതുപോലുള്ള ഡാൻസും നടക്കുന്നു. അപ്പൊ ഞാൻ ചെയ്യുന്ന ഈ ലഘുവായുള്ള പാട്ടുകൾ അത് ഹറാമായി പോകുമോ? കാരണം നാട്ടിൽ അങ്ങനെയാണ്. അത് പറഞ്ഞത് ഉപേക്ഷിക്കാം. ഹറാമാകുമോ എന്ന് വിചാരിച്ചിട്ട് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ പോലും ഉപേക്ഷിക്കുന്നത് വരെ തെക്കുവ പൂർണ്ണമാകുകയില്ല എന്ന് മഹാന്മാരായ സഹാബികൾ പറയുകയാണ്. എന്നാൽ നമ്മളൊരു കാര്യം ശരിയില്ല തോന്നിയാൽ വ്യക്തമായിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ നിങ്ങൾ 10 വട്ടം നോക്കും, വേറെ നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കാൻ വേണ്ടി നോക്കും, അല്ലെങ്കിൽ വേറെ നിങ്ങൾ സൈറ്റിങ്ങൾ പരിശോധിക്കും. ആരെങ്കിലും അതിന് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കും. പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും, പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും നമുക്കത് അനുവദിക്കപ്പെടുമോ എന്ന് നോക്കിയിട്ട് കിട്ടുമ്പോഴും ഫത്വ ചോദിക്കുന്നൊരവസ്ഥ. സഹോദരന്മാരെ, അതല്ല. അതുകൊണ്ടാണ് റമദാൻ നമ്മളിലേക്ക് പ്രവേശിച്ചപ്പോ തെക്കുവയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ എന്ന് പറഞ്ഞത് ചില്ലറ കാര്യമല്ല. ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നു, നമ്മുടെ മുന്നിൽ വെള്ളമുണ്ട്, നമുക്ക് കുടിക്കാം. നമ്മൾ റമദാന്റെ പകലിൽ കുടിക്കുന്നില്ല. ഒരു മിഠായി കഷ്ണം നാവിന്റെ അടിയിൽ വെച്ച് ടേസ്റ്റ് നോക്കുന്നില്ല. അടുക്കളയിൽ ജോലി ചെയ്യുകയാണ്, നിരന്തരം ജോലിയാണ്, വിഭവങ്ങൾ ഉണ്ടാക്കുന്നു, ആരും കാണുന്നില്ല, മക്കളില്ല, ഭർത്താവില്ല. ഒരു കഷ്ടം പോലും നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ നിന്ന് ആരും കാണുന്നില്ല എന്ന് കരുതിയിട്ട് വായിലിട്ട് അത് ഇറക്കാൻ നമ്മൾ തുനിയുന്നില്ല. എന്തുകൊണ്ടാണ്? അതാണ് തഖ്വ. കാരണം ആരും കാണുന്നില്ലെങ്കിലും, ഭൗതികമായി ഭർത്താവ് കാണുന്നില്ലെങ്കിലും, മക്കൾ കാണുന്നില്ലെങ്കിലും, ഭാര്യ കാണുന്നില്ലെങ്കിലും, കാണുന്നവൻ കാണുന്നുണ്ട് എന്നുള്ള ചിന്ത, അതാണ് റമദാനിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ്. സാധാരണഗതിയിൽ നമ്മളെ മൊബൈൽ ഫോൺ നമ്മൾ പലതും തോണ്ടിക്കൊണ്ടിരിക്കും. ചില വീടുകളിൽ TV ഉണ്ടാവും, അതിങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ റമദാൻ വരുമ്പോൾ അതൊക്കെ തൽക്കാലം നമ്മൾ മാറ്റി നിർത്തുന്നു. എന്തിന്റെ ഭാഗമായിട്ടാണ്? തഖ്വയുടെ ഭാഗമായിട്ടാണ്. അത് തുടർത്താൻ അതാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. സഹോദരന്മാരെ, ഈ ആരും കാണുന്നില്ല എന്ന തോന്നൽ നിന്ന് ഒരാൾ കാണുന്നുണ്ട് എന്നുള്ള ദൃഢമായ ചിന്ത, അങ്ങനെ ചിന്തിക്കുന്നവന്റെ പ്രവർത്തനങ്ങൾ എല്ലാം എന്തായിരിക്കും? സുതാര്യമായിരിക്കും. ഭാര്യനോട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഞാനത് പറയേണ്ടിയിരുന്നില്ല. ഭർത്താവിനെ ഏതെങ്കിലും കാര്യത്തിൽ വേദനിപ്പിച്ചു പോയാൽ ഞാനത് പറയേണ്ടിയിരുന്നില്ല. അയാൾ വരുമ്പോ എന്തിനാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പലതും പറഞ്ഞു പോകുന്നത്? എന്റെ മകനോട് അത് പറയേണ്ടിയിരുന്നില്ല. എന്റെ മകളോട് അവളുടെ ജീൻ അങ്ങനെയാണല്ലോ, അവളുടെ പ്രകൃതം അങ്ങനെയായിരുന്നല്ലോ, ഞാൻ എന്തിനാണ് അവൾ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത്? എന്റെ മകന്റെ ഭർത്താവിനോട് ഞാൻ എന്തിനാണ് അയാളെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ദുഷിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതാളെ പറ്റി മറ്റാളോട് ഞാൻ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയുള്ള സ്വയം മനസ്സിലുണ്ടാക്കുന്ന കുത്തോടുകൂടി അതിൽ നിന്ന് പരിപൂർണമായി വർജിച്ച് എല്ലാം കാണുന്നവൻ കാണുന്നുണ്ട്, അവന്റെ മുന്നിൽ വിനയാനിതരായി ജീവിക്കണം എന്നുള്ള ദൃഢമായ പ്രഖ്യാപനം. അതാണ് സഹോദരന്മാരെ തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ തഖ്വയുള്ളവനാണ് അള്ളാഹു മുത്തഖി എന്ന് വിളിച്ചത്. ആ തഖ്വയുള്ളവർക്കാണ് സ്വർഗമുള്ളത്. ആ തഖ്വ നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ വർഷവും നമ്മളിലേക്ക് അതിലേക്ക് കയറ്റിക്കൊണ്ടുവരുന്നൊരു മാസമാണ് ഷഹ്റു റമദാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ നാഫിയായ ഇൽമും കഴിവും തഖ്വയും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് കൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. റമദാനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരു വശം നമ്മൾ ശ്രദ്ധിച്ചു. മറ്റൊരു വശം, ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള പ്രയാസം ഉണ്ടാവും. ആരോഗ്യ പ്രശ്നം ഉണ്ടാവും, ജോലി പ്രശ്നം ഉണ്ടാവും, അതുപോലെ സാമ്പത്തികമായി കടബാധ്യതയും മറ്റു പല രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. വീട്ടിൽ തന്നെ ഭർത്താവിൻ്റെ വല്ലാത്ത പ്രയാസമുണ്ടാവും. ഭാര്യയുടെ കുത്തുവാക്കുകളുടെ ആലസ്യം എപ്പോഴും കേൾക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവും. അയൽവാസികളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവും. അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഫിത്നത്തുർ റജുലി ഫീ അഹ്ലിഹി. അതെ, അവൻ്റെ കുടുംബത്തിൽ അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവും. വമാലിഹി, അവൻ്റെ സമ്പത്തിൽ പരീക്ഷണമുണ്ട്, ഏറ്റക്കുറച്ചിലുണ്ടാവും. വനഫ്സി, അവൻ്റെ ശരീരത്തിൽ പരീക്ഷണങ്ങളുണ്ടാവും, രോഗങ്ങളുണ്ടാവും, പല രൂപത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും. വവലദി, അവൻ്റെ മക്കളിൽ പരീക്ഷണമുണ്ടാവും. വജാരിഹി, അവൻ്റെ അയൽവാസിയിൽ പരീക്ഷണമുണ്ടാവും. യുകഫിറുഹാ സിയാം,
എന്നാൽ നോമ്പ് എന്ന് പറയുന്നത് അതൊരു പ്രായശ്ചിത്തമാണ്. അതൊരു പ്രായശ്ചിത്തമാണ്. വസ്സലാത്തു വസ്സദഖ, നിസ്കാരം, സദഖ, ദാനധർമ്മം, അതൊക്കെ ഒരു പ്രായശ്ചിത്തമാണ്. വൽ അംറു ബിൽ മഅറൂഫി വനഹ്യി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് പറയുന്നതൊക്കെ അതൊക്കെ ഒരു പ്രായശ്ചിത്തമാണ്. എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഒരു ദൃഢതയും ഇസ്തിഖാമത്തും യഖീനും ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വനബ്ലുവക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്ന, നന്മ കൊണ്ടും തിന്മ കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എല്ലാവരോടും പറയും. പ്രവാചകന്മാർ പരീക്ഷകൾക്ക് വിധേയരായിട്ടുണ്ട്. മഹാന്മാരായ പ്രവാചകന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഭാര്യമാരെ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ അവർ ഏറ്റിട്ടുണ്ട്. മക്കളെ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ അവർ ഏറ്റിട്ടുണ്ട്. നാട്ടുകാരെ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ അവർ ഏറ്റിട്ടുണ്ട്. ദാരിദ്ര്യത്തിന്റെ കടുപ്പമേറിയ ചൂട് വേണ്ടുവോളം ആസ്വദിച്ച് കഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ അവർക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അവസ്ഥ എന്താണ്? അപ്പൊ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പൊ അതെന്താണ്? നോമ്പ് എന്ന് പറയുന്നത് അതൊരു ദൃഢത നൽകുന്ന സംഗതിയാണ്. അതൊരു പ്രായശ്ചിത്തമാണ്. ഇതിനൊക്കെ ഈ പരീക്ഷണങ്ങൾക്കൊക്കെ കൂലി നൽകുന്ന, അള്ളാഹുവിന്റെ പ്രതിഫലം നൽകുന്ന, അവൻ ഈ ഉദ്ദേശിക്കുന്ന വഴിയിലേക്ക് നമ്മളെ സഞ്ചരിപ്പിക്കുന്ന, അവൻ നമുക്കായി ഒരുക്കി വെച്ച മഹാസങ്കേതത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന ഒരു മഹത്തായ കാര്യമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വബലൗനാകും ബിൽ അഹ്സനാതി വസയ്യാതി ലഅല്ലകും യർജിഊൻ, നന്മ കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ലഅല്ലകും യർജിഊൻ, അതേ അവർ മടങ്ങേണ്ടവരാണ് അവനിലേക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുകഫിറു വസിയാമു വസ്സലാത്തു വസ്സദഖ വൽ അംറു ബിൽ മഅറൂഫി വനഹ്യി അനിൽ മുൻകർ. അതേ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക നോമ്പ് എന്നൊക്കെ പറയുന്നത് ഇതിനൊക്കെയുള്ള പ്രായശ്ചിത്തമാണ്. എന്തൊക്കെ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അതിൽ നിന്ന് മുക്തമാകാൻ, അതിൽ നിന്ന് വിടുതൽ നൽകാൻ, അതിൽ നിന്നൊരു ഉറവിയുണ്ടാകാൻ, അത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് പ്രവേശിപ്പിച്ചൊരു മഹത്തരമായ മാസവും കൂടിയാണ് റമദാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരന്മാരെ. അതുകൊണ്ട് ആ റമദാനിന്റെ ചൈതന്യത്തോടെ കണക്കാക്കുകയും അതിനതിന്റെ ഗൗരവം നൽകുകയും അതിലെടുക്കാൻ വേണ്ടി പറഞ്ഞ കർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൽ അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട തൃപ്തി അടിയുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാകാൻ വേണ്ടിയുള്ള പരിണിതമായ പരിശ്രമം, അതിലുള്ളൊരു മുന്നൊരുക്കമാകട്ടെ ഇനിയുള്ള സെക്കൻഡുകളും മിനിറ്റുകളും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മൾ ഏവരെയും സഹായിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കാം, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഖുർആൻ ഇറക്കിയത്, എന്തിനാണ് കിതാബ് ഇറക്കിയത്, എന്തിനാണ് പ്രവാചകന്മാരെ അയച്ചത്? അവന്റെ ആത്യന്തികമായ ലക്ഷ്യമുണ്ട്. അവനെ മാത്രം ഇബാദത്തിൽ പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവാണ് ലോകങ്ങൾ സൃഷ്ടിച്ചത് എന്നൊക്കെ നമ്മൾ പറയും, എല്ലാവരും പറയും, ഏത് വിഭാഗവും പറയും. പക്ഷേ അവനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്ന ആരാധന അവരിൽ പരിമിതിപ്പെടുത്തുക എന്നതിൽ എല്ലാവരും വിമുഖതരാണ്. അതുകൊണ്ട് തന്നെ തൗഹീദിനെ പറ്റി പഠിക്കുക. നമ്മുടെ ഇബാദത്തിന്റെ എല്ലാ ഇനവും അള്ളാഹുവിനെ മാത്രം പരിമിതപ്പെടുത്താം. ഒപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നിഷ്കരിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന സുന്നത്തിനോട് പ്രത്യേക സ്നേഹം തോന്നുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച, അങ്ങേയറ്റം വെറുപ്പോട് സംസാരിച്ച ബിദ്അത്തുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കാത്ത പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമ്പ്രദായങ്ങളോട് അതിനെ വെറുപ്പുളവാക്കുന്ന രീതിയിൽ ജീവിക്കുക. അതുപോലെ തന്നെ കൊടുക്കാനുള്ള മറ്റുള്ള അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിൽ ഉണ്ടെങ്കിൽ സഹോദരന്മാരെ കൊടുക്കാൻ വേണ്ടി വെമ്പൽ കാണിക്കുക. സംഗീതം, സിനിമ, സീരിയൽ, മ്യൂസിക്, റീൽസുകൾ, അതിൻ്റെ പിന്നാലെ പോകാതെ ഇഖ്ലാസോട് കൂടി അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാ രോഗങ്ങൾ, എപ്പോഴും വേദന സംഹാരികളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവർക്ക് കൈനീട്ടി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവശമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, എപ്പോഴെങ്കിലും ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് മരിക്കേണ്ടി വരുന്ന ദുര്യോഗപരമായ അവസ്ഥകൾ, അള്ളാഹു എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അള്ളാഹുവെ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, ഒരുപാട് കാലങ്ങൾ അബോധമായ അവസ്ഥയിൽ ഒരു തരം ബോധവുമില്ലാത്ത രീതിയിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, അള്ളാഹു എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അള്ളാഹു ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം യഖീനോട് കൂടി, ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ നമ്മളെവരെയും ഉൾപ്പെടുത്തണമേ. അള്ളാഹുവേ, നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യസൗഖ്യവും നൽകണമേ, ഹിദായത്ത് നൽകണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അള്ളാഹുവേ, നമ്മുടെ ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും ഭർത്താവിലും അതുപോലെ തന്നെ കുട്ടികളിലും ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ.
അവരാൽ നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.